മരുമോനെ മരുമോനെ റിയാസേ റിയാസേ മരുമോനെ. നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിസ്ഥാനം സ്ത്രീധനമായി കിട്ടിയവനെന്ന ഖ്യാതി സ്വന്തമാക്കിയ ആളാണ് ശ്രീമാൻ മുഹമ്മദ് റിയാസ്. ഭാര്യയുടെ ബലത്തിൽ മന്ത്രിയായ റിയാസ് ഇന്ന് മുഖ്യമന്ത്രിയെയും മറികടന്നുകൊണ്ട് സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുകയാണ്. എന്നാൽ സ്ത്രീധനമായി കിട്ടിയ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചു മുടിച്ച് ഒരു വഴിക്കാക്കി കഴിഞ്ഞു മരുമകൻ എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. കേരളത്തിലെ റോഡുകളുടെ ഇന്നത്തെ ശോച്യാവസ്ഥ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. ഫോറിൻ രാജ്യങ്ങളുടേതിന് സമാനമായ റോഡ് എന്നൊക്കെ തള്ളിമറിച്ച കേരളത്തിലെ റോഡുകളിൽ ഇന്ന് കുഴികളിൽ വീണ് പൊലിയുന്നത് നൂറുകണക്കിന് യുവതയുടെ ജീവനാണ്. റോഡുകളേക്കാൾ കുഴികളുടെ എണ്ണവും കൂടിയതോടുകൂടി ജനങ്ങൾ പ്രതിഷേധാത്മകമായി നടു റോട്ടിൽ വാഴ വെക്കാൻ വരെ തുടങ്ങി. ഒരു മഴ പെയ്താൽ പിന്നെ ഈ കുഴികളിലെല്ലാം വള്ളം കളി നടത്താനുള്ള വെള്ളമാണ്. അപ്പോഴും റീൽസ് മരുമകന് ഈ വിഷയത്തിൽ യാതൊന്നും തന്നെ മിണ്ടാനുണ്ടാവില്ല. കേന്ദ്രത്തിന്റെ റോഡുകൾ സ്വന്തമെന്ന് മേനി നടിക്കാനും എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ അത് തിരികെ കേന്ദ്രത്തിന് തന്നെ കൊടുത്ത് മാതൃകയാകാനും മാത്രമേ റിയാസ് മരുമകൻ അറിയൂ. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. എന്തായാലും റീൽസ് മരുമകൻ മന്ത്രിയെ റീൽസിലൂടെ തന്നെ പൊളിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചില ചുണക്കുട്ടികൾ. റോഡിലെ കുഴികളിലേക്ക് നോക്കി മരുമോനെ റിയാസെ എന്ന് വിളിക്കുന്ന പയ്യന്മാരുടെ റീൽസ് ഇതിനോടകം കണ്ടു തീർത്തതിൽ ലക്ഷങ്ങളാണ്. മരുമോനെ മരുമോനെ റിയാസേ റിയാസേ മരുമോനെ. അതേസമയം കഴിഞ്ഞ ദിവസം ചെളിക്കുണ്ടായി കിടന്ന റോഡ് നന്നാക്കാത്തതിനെതിരെ റോഡിൽ വാഴ നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കാഞ്ചിയാർ പഞ്ചായത്തിലെ വെങ്ങാലൂർക്കട കോളനി റോഡിലാണ് ചെളിക്കുണ്ട് രൂപപ്പെട്ടത്. നരിയമ്പാറ, കൽത്തൊട്ടി, വെള്ളിലാംകണ്ടം പൊതുമരാമത്ത് റോഡിന് ബദലായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണിത്. ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ പ്രധാന റോഡിനേക്കാൾ കുറഞ്ഞ ദൂരത്തിൽ വെങ്ങാലൂർക്കടയിൽ നിന്ന് കൽത്തൊട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ അധികൃതരുടെ അവഗണന തുടരുകയാണ്. വെങ്ങാലൂർക്കടയിൽ നിന്ന് ഏതാനും ദൂരത്തിൽ ടാറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും അത് പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടു. കൽത്തൊട്ടിയിൽ നിന്ന് മടക്കൽപ്പടി വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവശേഷിക്കുന്ന 1/2 കിലോമീറ്ററോളം ദൂരം ഇപ്പോഴും മൺപാതയായി തന്നെ കിടക്കുന്നു. ഈ ഭാഗത്ത് മുൻപ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് മണ്ണിട്ട് ഉയർത്തിയിരുന്നു. അവിടെയാണ് ഇപ്പോൾ ചെളിക്കുണ്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ പോലും ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്കുള്ള പാതയായിട്ട് പോലും ഇത് നന്നാക്കാൻ അധികൃതർ നടപടി ഒന്നും തന്നെ എടുക്കുന്നില്ല. പാതയിൽ വലിയ ചെളിക്കുണ്ട് രൂപപ്പെട്ടിട്ടും നന്നാക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് റോഡിലെ ചെളിയിൽ വാഴയും ചേമ്പും നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചത്. സമാനമായ നിരവധി പ്രതിഷേധങ്ങൾ ഇപ്പോഴും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ റോഡുകളിൽ നാട്ടുകാർ അഴിച്ചുവിടുന്നുണ്ട്. ഇത്രയൊക്കെയായിട്ടും ഈ പ്രശ്നത്തിൽ ഗൗരവകരമായി ഇടപെടാനോ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ പൊതുമരാമത്ത് മന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായ വസ്തുത. മരുമോനെ മരുമോനെ റിയാസേ റിയാസേ മരുമോനെ.